ഇത് നാളെ കൊടുക്കാനുള്ള ഒരു ചുരിദാറാണ്. അപ്പോൾ നല്ല മെറൂൺ അടിപൊളിയില്ല. സീക്വൻസിൻ്റെ ഈ ലേസ്, സീക്വൻസിൻ്റെ ലേസ് എന്താ ചോദിക്കുന്നുണ്ട് എല്ലാവരും, കണ്ടില്ല? ഇതാണ് ലേസ്. ഇതൊരു മഞ്ഞ യെല്ലോ കളറ്, ഇത് നല്ലൊരു ഗ്ലേസിങ് ലേസ്. അപ്പോൾ ഇതിന് ഏത് മാച്ചാവും നിങ്ങൾ നോക്കിയതാണ്. അപ്പോൾ മെറൂണിന് മാച്ചിങ് ഇതാണ്, ഈ ഗ്ലേസിങ്ങുള്ളതാണ്. കണ്ടില്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ, ദാരിദ്ര്യം പിടിച്ചിക്കണം പുതിയതിൻ്റെ. ഇത് വെച്ചിട്ട് ഗ്ലൂ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കില്ല കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പ് ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലുതാണ് സീക്വൻസ്. ഇത് പിന്നെ സ്റ്റിച്ചിങ്ങിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറുതാണ് ഭംഗി. മറ്റേത് സീക്വൻസ് വലിയ സീക്വൻസ് ആകുന്ന സമയത്ത് ഒരു ഭംഗികേട് തോന്നും. അപ്പോൾ ഈ ഒരു സൈസുള്ളതാണ് ഞാൻ എടുക്കാറ്. എന്നിട്ട് ഇപ്പോൾ സ്ലീവിൽ കൊടുക്കണം. സ്ലീവിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ ഇതില്ല, സ്റ്റിച്ചിങ്ങിൻ്റെ അടയാളം കണ്ടില്ല നൂല്, അതിന്മേൽ കൂടി ഇങ്ങനെ ഇതിങ്ങനെ നമുക്ക് ലൈനിട്ട് കൊടുക്കണം. അതേപോലെ ടോപ്പിൻ്റെ അടിഭാഗത്തും അയൺ ചെയ്തിട്ടില്ല, അതാണ് ചുളിഞ്ഞൊക്കെ നിൽക്കുന്നത്. ടോപ്പിൻ്റെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ലൈനുമ്പോൾ കൂടി ഇങ്ങനെ ആ ഒരു സീക്വൻസിൽ ലേസ് പോകണം. അതേപോലെ ഷോളിൻ്റെ 4 സൈഡും കൊടുക്കും കേട്ടോ. ഈ മോഡൽ നമ്മൾ ഇതിൽ കുറേ കാണിച്ചിട്ടുണ്ട്, നമ്മളെ വീഡിയോസിലൊക്കെ, പഴയ വീഡിയോസിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഈ മോഡലൊക്കെ.